എടാ റെക്കോർഡ് സ്റ്റാർട്ട് ആയില്ലേ ഇപ്പൊ? സ്റ്റാർട്ട് ആയി. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ലീവലീസ് തിയറത്തിന്റെ കോൺസിക്വൻസസ് ആണ്. നമ്മൾ ഓൾറെഡി ഇന്നലെ എന്ത് ഡിസ്കസ് ചെയ്തിരുന്നു? എന്താണ് ഫേസ് സ്പേസ്, കോൺഫിഗറേഷൻ സ്പേസ്, ദെൻ ലീവലി തിയറം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഒരു ലീവലി തിയറത്തിന്റെ കോൺസിക്വൻസസ് ആണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നലെ എടുത്തതിൽ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ അല്ലേ? നമ്മൾ ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ആർക്കും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് ഇന്നലെ നമ്മൾ ലീവലി തിയറം എന്ന് പറഞ്ഞത്? ലീവലി തിയറം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫേസ് സ്പേസിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി ആണ് ഈ ഒരു ലീവലി തിയറം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു ലീവലീസ് തിയറം എന്ന് പറയുന്നത്? The theorem states that the local density of the representative point as viewed by an observer moving with a representative point stays constant in time. അതായത് നമ്മൾ ഒരു റെപ്രസെന്റേറ്റീവ് പോയിന്റ് കൺസിഡർ ചെയ്തു. ആ റെപ്രസെന്റേറ്റീവ് പോയിന്റിന് ഒരു ഫേസ് സ്പേസ് ഡെൻസിറ്റി ഉണ്ടായിരിക്കും അറ്റ് ടൈം t is equal to 0. ഇനി ആഫ്റ്റർ ടൈം t ഈ ഒരു റെപ്രസെന്റേറ്റീവ് പോയിന്റ് മൂവ് ചെയ്ത് വേറൊരു റീജിയനിൽ എത്തുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ പാത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് മൂവിങ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ നെയ്ബറിംഗ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് പോയിന്റ്സിന്റെ ഡെൻസിറ്റി ഒരിക്കലും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് എന്നായിരുന്നു നമ്മൾ ലീവലീസ് തിയറത്തിൽ പറഞ്ഞിരുന്നത്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇത് നമ്മൾ ഹാമിൽട്ടോണിയൻ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഒരു പ്രൂഫ് ആണ് പറയാൻ പോകുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇതിന്റെ എന്ത് പറയുന്നു? കോൺസിക്വൻസസ് പറയുന്നു. നമുക്ക് 2 കോൺസിക്വൻസസ് ആണ് പറയാനുള്ളത്. സിമ്പിൾ ആണ്. അപ്പൊ ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 2 റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് കൺസിഡർ ചെയ്തു. ഒരു ഫേസ് സ്പേസിൽ പി ക്യു എന്ന് പറയുന്ന 2 റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് കൺസിഡർ ചെയ്തു. ഇത് എന്ന് പറയുന്നത് ഒരു 6 ഡയമെൻഷണൽ ആക്സിസ് ആണ്. നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഒരു റെപ്രസെന്റേറ്റീവ് പോയിന്റ് എ കൺസിഡർ ചെയ്തു. പെർട്ടിക്കുലർ ടൈം t ഈക്വൽ ടു 0. നോക്കിക്കേ, ആദ്യം നമ്മൾ ഒരു ഫേസ് സ്പേസ് കൺസിഡർ ചെയ്തു. പി ക്യു എന്ന് പറയുന്ന ഒരു ഫേസ് സ്പേസ് കൺസിഡർ ചെയ്തു. അതില് എ എന്ന് പറയുന്ന ഒരു റെപ്രസെന്റേറ്റീവ് പോയിന്റ് നമ്മൾ എടുത്തു. അതിന്റെ ഡെൻസിറ്റി ആണ് എന്ത്? റോ. അവിടുത്തെ ടൈം എന്തായിരുന്നു? t is equal to 0 ആയിരിക്കും. ഇനി അടുത്തൊരു റെപ്രസെന്റേറ്റീവ് പോയിന്റ്, അതായത് ആഫ്റ്റർ മൂവിങ്, ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലുണ്ടാവുന്ന അടുത്ത റെപ്രസെന്റേറ്റീവ് പോയിന്റ് ആണ് എന്ത്? ബി എന്ന് പറയുന്നത്. അതിനൊരു ഡെൻസിറ്റി ഉണ്ടായിരിക്കും. ആ ഡെൻസിറ്റിനെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? റോ ടി ഈക്വൽ ടു ടി. അത് അറ്റ് ടൈം ആഫ്റ്റർ ടി ആണ്. എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്ത്? നമ്മളൊരു ഏരിയ പോയിന്റ് എയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നുണ്ട്. പോയിന്റ് ബിയിലും നമ്മൾ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡെൻസിറ്റി അറ്റ് എ എന്ന് പറയുന്നത് റോ ഓഫ് ടി ഈസ് ഈക്വൽ ടു 0യും ബിയിലുള്ള ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ആയിരിക്കും. ഇതെന്താണ്? ഐഡന്റിക്കൽ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി നെയ്ബറിംഗ് ഡെൻസിറ്റീസ്, അതായത് എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന നെയ്ബറിംഗ് ആയിട്ടുള്ള ഈ പോയിന്റ്സിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് മൂവ് ചെയ്താലും അവരുടെ ഡെൻസിറ്റിക്ക് ഒരിക്കലും എന്ത് സംഭവിക്കില്ല? ചേഞ്ച് സംഭവിക്കില്ല. ഇനി ഈ ഒരു മൂവ്മെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? ഹാമിൽട്ടോണിയൻ വഴിയാണ് നമ്മൾ ഈ ഒരു മൂവ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ഒരു ഫേസ് സ്പേസ് കൺസിഡർ ചെയ്തു. അതില് ആദ്യത്തെ റെപ്രസെന്റേറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. ആ എയുടെ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഏരിയയിലുള്ള ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ഓഫ് ടി ആയിരുന്നു, ഈക്വൽ ടു 0 ആയിരുന്നു. ഇനി ആഫ്റ്റർ മൂവിങ്, ഒരു പെർട്ടിക്കുലർ ടൈമിൽ മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ ഡെൻസിറ്റി എന്തായിരുന്നു? റോ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി. ഈ 2 ഡെൻസിറ്റീസ് എന്താണ്? ഐഡന്റിക്കൽ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഒരു മൂവ്മെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? എന്ത് വഴിയാണ്? ഹാമിൽട്ടോണിയൻ വഴിയാണ്. ഇനി ഈ പോയിന്റുകൾ മൂവ് ചെയ്താലും, അതായത് എ ടു ബി എന്ന് പറയുന്നതിലോട്ട് ഇത് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ ഡെൻസിറ്റീസിന് ഒരിക്കലും എന്തില്ല? ചേഞ്ച് ഇല്ല. ഇറ്റ് റിമൈൻസ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്.
ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വഴിയാണ്? ഈ ഒരു മൂവ്മെന്റ് ഹാമിൽട്ടോണിയൻ വഴിയാണ്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഒരു ഫേസ് സ്പേസ് പോയിന്റിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ അണ്ടർ ഹാമിൽട്ടോണിയനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. അത് അതർ വേർഡ്സിൽ നമ്മൾ പറയാണ്. ഫേസ് സ്പേസ് ഡെൻസിറ്റി ഓഫ് ദ സറൗണ്ടിങ് നെയ്ബർ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഈ തിയറമാണ് എന്ത്? ലിയോവില്ലീസ് തിയറം നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിലൊരു ആർബിട്രറി വോളിയം ഒമേഗ കൺസിഡർ ചെയ്യാണ്. ഫേസ് സ്പേസിൽ നമ്മൾ ഒരു ആർബിട്രറി വോളിയം ഒമേഗ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സർഫസ് എൻക്ലോസിങ്, അതായത് അവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സിഗ്മയാണ്. ആ ഒരു പെർട്ടിക്കുലർ വോളിയത്തിലുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മയാണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരു പെർട്ടിക്കുലർ വോളിയത്തില് നമ്മൾ ഒരു സിലിണ്ടറിനെ ഇനി കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സിലിണ്ടറിന്റെ വോളിയത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? dw എന്ന് കൊടുക്കാം. അതിന്റെ ലെങ്തിനെ നമ്മൾ എന്ത് കൊടുത്തു? v.dt എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സർഫസിന് നമ്മൾ എന്ത് കൊടുത്തു? n ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് ഇൻ ദ വോളിയം, നമുക്ക് അതിനെ എങ്ങനെ പറയാം? നമ്പർ ഓഫ് റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് ഇൻ ദ വോളിയം നമുക്ക് എന്തെന്ന് പറയാം? റോ ഡി ടോ. നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റോ ഡി ടോ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഇത് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ ഈ റെപ്രസെന്റേറ്റീവ് പോയിന്റ്സിന്റെ നമ്പർ ഓഫ് റെപ്രസെന്റേറ്റീവ് പോയിന്റ്സിന്റെ റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. എന്തിന്റെ അടിസ്ഥാനത്തില്? വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് വിത്ത് ടൈം. അതായത് വോളിയം ഇൻക്രീസസ് വിത്ത് ടൈം. നമ്മൾ ഇവിടുത്തെ നമ്പർ ഓഫ് പോയിന്റ്സിന്റെ റേറ്റ് നമ്മൾ എടുക്കാൻ പോവാണ്. സോ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? വോളിയം വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ നമ്മളിവിടെ വോളിയം ആയിട്ട് എടുത്തത് എങ്ങനെയായിരുന്നു? അതെ, ഒമേഗ വെച്ചിട്ടായിരുന്നു നമ്മൾ എടുത്തത്. സോ നമുക്ക് അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഡോ ബൈ ഡോട്ടി ഇന്റഗ്രൽ ഒമേഗ റോ ഡി ടോ കിട്ടി. നമ്മൾ നേരത്തെ കിട്ടിയ റെപ്രസെന്റേറ്റീവ് പോയിന്റ്സിന് ഒരു ഇന്റഗ്രൽ കൊടുത്തു എന്ന് മാത്രം. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് എന്താ? ദ നമ്പർ ഓഫ് പോയിന്റ്സ് ഫ്ലോ ഔട്ട്. അതായത് നോക്കിക്കേ, ഇവിടെ എത്രത്തോളം നമ്പർ ഓഫ് പോയിന്റ്സ് റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഒരു ഏരിയയിലൂടെ, ഈ ഒരു സിലിണ്ടറിലൂടെ എത്രത്തോളം നമ്പർ ഓഫ് പോയിന്റ്സ് ഫ്ലോ ചെയ്ത് പുറത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒമേഗ വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ വോളിയം എടുത്തിരുന്നത്. ആ ഒരു ഒമേഗ എന്ന് പറയുന്ന വോളിയത്തിലൂടെ പുറത്ത് വരുന്നതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? റോ അതുപോലെ എഴുതി. ഡിടോക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? ഡിടോക്ക് പകരം നമ്മൾ എന്താ കൊടുത്തത്? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ നേരത്തെ അത് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? റോ വി ഡോട്ട് എൻ ക്യാപ്, സർഫസ് ചാർജ് ഡെൻസിറ്റി അല്ലേ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ വി ഡോട്ട് എൻ ക്യാപ് ഡി ടി ഡി സിഗ്മ കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് ഈ ഒരു ഒമേഗ എന്ന് പറയുന്ന വോളിയത്തിലൂടെ ടോട്ടൽ എത്രത്തോളം നമ്പർ ഓഫ് റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് മൂവ് ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ടൈമിന്റെ ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? റിമൂവ് ചെയ്താൽ മതി. അപ്പൊ ടൈമിന്റെ ക്വാണ്ടിറ്റീസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഡി ടി പോയി. സോ നമുക്ക് എന്ത് കിട്ടി? ഇന്റഗ്രൽ സിഗ്മ റോ വി ഡോട്ട് എൻ ക്യാപ് ഡി സിഗ്മ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഡൈവേർജൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ സിഗ്മ റോ വി ഡോട്ട് എൻ ക്യാപ് ഡി സിഗ്മ എന്നതിനെ നമ്മൾ ഡൈവേർജൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഒമേഗ ഡെൽ ഡോട്ട് റോ വി ഡി ടോ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ 1നെയും 3നെയും നമ്മൾ കമ്പയർ ചെയ്യാണ്. സോ നമ്മളിവിടെ കമ്പയർ ചെയ്ത് എഴുതി. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് ഫ്ലോ ഔട്ട് ചെയ്യുന്നത്. സോ അത് വെച്ച് നമ്മൾ എഴുതി. രണ്ടിനെയും കമ്പയർ ചെയ്ത് എഴുതി. കമ്പയർ ചെയ്ത് എഴുതിയതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഇതിൽ അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു? ഈ ഒരു കണ്ടീഷനിൽ, അതായത് ഇക്വേഷൻ
നമ്പർ 4 പ്രകാരം ഇവിടെ എന്തുണ്ടാവാൻ പാടില്ല? സോഴ്സോ സിങ്കോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് എന്താന്ന് പറയാം? കൺസേർവ്ഡ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ കൺസേർവ്ഡ് ആണെങ്കിൽ നമുക്ക് ആ ക്വാണ്ടിറ്റീനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഒമേഗ ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡെൽ ഡോട്ട് റോ വി ഡി ഡബ്ല്യു ഈക്വൽ ടു 0. ഇനി ഇത് എന്തുമായിട്ട് ഏകദേശം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എഴുതി. എന്തായിരുന്നു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? ഡോ റോ ബൈ ഡോ ടി പ്ലസ് റോ വി ഈക്വൽ ടു 0. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഡെല്ല് വെച്ചിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യാണ്? ആ ക്വാണ്ടിറ്റീന് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുകയാണ്. സോ ഹെൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ഡോട്ട് റോ വി ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to 3n ഡോ ബൈ ഡോ ക്യു ഐ റോ ക്യു ഐ ഡോട്ട് പ്ലസ് റോ പി ഐ ഡോട്ട്. അതിന് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ 7 എന്ത് ചെയ്യാണ്? 6ൽ പോയി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ 7 6ൽ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത് നോക്കിക്കേ? എന്ത് ചേഞ്ച് അപ്പ് അവിടെ ഉണ്ടാവുന്നേ? ഈ ഒരു ടേം ആണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടേം. അപ്പൊ ഈ ഒരു ടേം നമുക്ക് ഇവിടെ കിട്ടിയില്ലേ? അപ്പൊ ഇതിന് എന്ത് ചെയ്യാ? ഡോ റോ ബൈ ഡോ ടി പ്ലസ് ദിസ് ടേം അല്ലെ? ഈ ഒരു ടേം, ആ ടേം നമ്മൾ അതുപോലെ ഇവിടെ എടുത്ത് എഴുതി. അതുപോലെ എഴുതി. ഇനി നമ്മൾ അതിൽ എന്ത് ചെയ്യാണ്? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്. എല്ലാവർക്കും അറിയില്ലേ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ? ദെൻ പ്രോഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യു ഐ ഡോട്ടിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഡോ എച്ച് ബൈ ഡോ പി ഐ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ ഡോ ക്യു ഡോട്ട് ബൈ ഡോ ക്യു ഐക്കും നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇതിന് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുത്തു. സിമിലർലി തന്നെ നമ്മൾ ഏത് ടേമിനെയും പി ടേമിനെയും നമ്മൾ അതുപോലെ തന്നെ എഴുതി. പി ഐ ഡോട്ടിന് നമ്മൾ ഡോ എച്ച് ബൈ ഡോ ക്യു ഐ എന്നും ഡോ പി ഐ ഡോട്ട് ബൈ ഡോ പി ഐനെ നമ്മൾ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ക്യു ഡോട്ട് ഡോ പി എന്ന് എഴുതി. ഈ എ ബി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 9 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയതാണ് നിങ്ങൾ ഈ കാണുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇത് പ്ലസ് ടേം, ഇത് മൈനസ് ടേം, നമ്മൾ അതിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ ബാക്കിയുള്ള ടേംസിനെ നമ്മൾ ഒന്നിച്ച് എഴുതി. ഇനി ഇതെന്താണ്? ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതെന്താ അറിയോ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഡോ പി ബൈ ഡോ ടി പ്ലസ് ബ്രാക്കറ്റ് അല്ലെ, പോയിസൺ ബ്രാക്കറ്റ് അല്ലേ ഇത്? അത് എഴുതി. റോ കോമ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു ഫംഗ്ഷൻ ഓഫ് എഫ് എക്സ് വൈ ടിയിൽ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് പറയാം എന്ത്? ഫംഗ്ഷൻ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ടി എന്ന് പറയാൻ പറ്റി. നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതി. എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഡോ എഫ് ബൈ ഡോ ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ എക്സ് എക്സ് ഡോട്ട് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ വൈ ഡോട്ട്. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് എഴുതി? നമുക്ക് വേണ്ടത് എന്താണ്? ലീവലീസ് തിയറം കിട്ടണ്ടേ? സോ നമ്മൾ അതിനെ എങ്ങനെ എഴുതി? അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റിയിട്ടു. ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി പ്ലസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to 3n ഡോ റോ ബൈ ഡോ ക്യു ഐ ഡോട്ട് പ്ലസ് ഡോ റോ ബൈ ഡോ പി ഐ ഡോട്ട് എഴുതി. ദെൻ അതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി പ്ലസ് ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് റോ കോമ എച്ച് ക്യു ഐ പി ഐ വിച്ച് ഇസ് ഈക്വൽ ടു 0. ഈ ഒരു ടേമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിയോവലീസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം ഈ ഒരു തിയറത്തിൽ നിന്ന് ഡോ റോ ബൈ ഡോ ടി എന്താണ്? ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഒരു കോൺസ്റ്റന്റ് ടൈമില് റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്സർവറിനെ സംബന്ധിച്ച് എന്താണ്? റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ഡെൻസിറ്റി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല, വിച്ച് ഈസ് കോൺസ്റ്റന്റ് ഇൻ ടൈം. അത് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്ത് കിട്ടി? ഡോ റോ ബൈ ഡോ ടി വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കിട്ടി. ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം നമ്മളിവിടെ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. സോ ഒരു
ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ സ്പേസിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഒരു ഫേസ് സ്പേസിലെ റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് മൂവ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇനി ഇതിന്റെ എന്ത് പറയാം, കോൺസിക്വൻസസ് പറയാം. കോൺസിക്വൻസസ് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 2 കോൺസിക്വൻസസ് ആണ് വരുന്നത്. ഒരു കോൺസിക്വൻസസ് പറയുന്നത് ഇവിടുത്തെ ഡെൻസിറ്റി ഫേസ് സ്പേസിൽ കോൺസ്റ്റന്റ് ആണ് ഓൾ ഓവർ ദ റീജിയൻ, അത് കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കോൺസിക്വൻസസ് പറയുന്നത് റോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് തന്നെയാണ്, ഒരു കാനോണിക്കൽ എൻസംബിൾ ആയിട്ടാണ് അത് ഇവിടെ റെഫർ ചെയ്യുന്നത് എന്നാണ് സെക്കൻഡ് കോൺസിക്വൻസസ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് കോൺസിക്വൻസസ് നോക്കാം. എന്തായിരുന്നു ഫസ്റ്റ് കോൺസിക്വൻസ്? എന്തായിരുന്നു? നമ്മൾ ആദ്യം ലിയോവലി തിയറം അതിന്റെ ഇക്വേഷൻ എഴുതി. d rho by dt is equal to dou rho by dou t plus bracket rho comma h which is equal to 0. അതിനെ നമ്മൾ a എന്ന് കൊടുത്തു. ഇനി ഒരു സ്റ്റേഷനറി എൻസംബിൾ ആണെങ്കിൽ dou rho by dou t എന്താണ്? 0 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രാക്കറ്റ് റോ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ നമുക്ക് അറിയുന്ന ഒരു കേസാണ്, ഒരു ഫേസ് സ്പേസില് ഏത് റീജിയൻ എടുത്തു കഴിഞ്ഞാലും അതായത് ഈ ഒരു പോയിന്റ്സിന്റെ ഏത് റീജിയൻ എടുത്തു കഴിഞ്ഞാലും ഓൾ ഓവർ അത് എന്തായിരിക്കും? ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഫംഗ്ഷന്റെ ടേംസിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? 1/ω integral omega f of q, p d omega j എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അപ്പൊ ഒരു എൻസംബിളിന്റെ കേസാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതായിരിക്കും നമ്മുടെ എന്ത് ഫസ്റ്റ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് കോൺസിക്വൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ റോ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഹാമിൽട്ടോണിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തിനേയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ക്യൂ എന്ന് പറയുന്ന ഫേസ് സ്പേസിലെ പോയിന്റ്സിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റ്സിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ റോ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പൊസിഷൻ ആൻഡ് മൊമെന്റം കോർഡിനേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കോൺസിക്വൻസ് എന്തായിരുന്നു? ഓൾ ഓവർ ദി റീജിയൻ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. സെക്കൻഡ് കേസ് പറയുന്നത് എന്താണ്? ഒരു ഹാമിൽട്ടോണിയനോ റോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ റോ എന്ന് പറയുന്ന ടേം, അതായത് ഡെൻസിറ്റി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡയറക്ട്ലി പൊസിഷനെയും മൊമെന്റത്തിനെയും പൊസിഷൻ കോർഡിനേറ്റിനെയും മൊമെന്റം കോർഡിനേറ്റിനെയും ഇൻഡയറക്ട്ലി അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാം റോ ക്യൂ പി ഇസ് ഈക്വൽ ടു റോ ഓഫ് എച്ച് ഓഫ് ക്യൂ പി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ റോ ഓഫ് ക്യൂ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് എച്ച് ഓഫ് ക്യൂ പി ബൈ കെ ടി എന്ന് നമുക്ക് പറയാം. എക്സ്പോണൻഷ്യൽ നമ്മളിവിടെ കൊടുത്തു. ഇപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പോയിസൺ ബ്രാക്കറ്റ് വെച്ച് എഴുതുകയാണ്. ബ്രാക്കറ്റ് വെച്ച് എഴുതുമ്പോ ബ്രാക്കറ്റ് പി റോ കോമ എച്ച് ഇസ് ഈക്വൽ ടു ഡോ റോ ബൈ ഡോ ക്യു ഐ ഡോ എച്ച് ബൈ ഡോ പി ഐ മൈനസ് ഡോ പി ബൈ ഡോ റോ ബൈ ഡോ പി ഐ ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. സോ ഇനി നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഡോ റോ ബൈ ഡോ എച്ച് ബൈ ഡോ ക്യു ഐ എക്സ്പോണൻഷ്യൽ മൈനസ് എച്ച് ക്യു കോമ പി ബൈ കെ ടി ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. അതായത് ആ റോ കോമ എച്ച് എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ അതിന്റെ വാല്യൂസിനെ നമ്മൾ പുട്ട് ചെയ്ത് കൊടുത്തു. ആ പുട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് പറയാം റോ കോമ എച്ച് ഇസ് ഈക്വൽ ടു 0. അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റോയെ, അതായത് ഇവിടുത്തെ ഡെൻസിറ്റി, ഫേസ് സ്പേസ് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ 2 കോൺസിക്വൻസസ്. സെക്കൻഡ് കോൺസിക്വൻസ് എന്താണ് അവിടെ? അതിന്റെ എന്ത് ആഫ്റ്റർ എഫക്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്? അതായത് ഈ ഒരു എൻസംബിൾ അവിടെ റെഫർ ചെയ്യുന്നത് എന്താണ്? കാനോണിക്കൽ എൻസംബിൾ ആയിട്ടാണ് അത് അവിടെ റെഫർ ചെയ്യുന്നത്. സോ ഇതാണ് എന്ത് സെക്കൻഡ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്. നമ്മൾ എങ്ങനെയാണ് ലിയോവലി തിയറം
കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതും പറഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെ അതിന്റെ രണ്ട് കോൺസിക്വൻസസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതും നമ്മൾ പറഞ്ഞു. രണ്ട് കോൺസിക്വൻസസ് ഉണ്ട്. ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? രണ്ടിലും സർഫസ് ഡെൻസിറ്റി അല്ല, ഫേസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഒന്ന് റെഫർ ചെയ്യുന്നത്, അതായത് മൊമെന്റം കോർഡിനേറ്റ്സും പൊസിഷൻ കോർഡിനേറ്റ്സും ഇൻഡയറക്ട്ലി ഫേസ് ഡെൻസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. സോ അങ്ങനെ ആണെങ്കിൽ അത് അവിടെ റെഫർ ചെയ്യുന്നത്, ആ ഒരു എൻസംബിൾ റെഫർ ചെയ്യുന്നത് എന്തിനായിരിക്കും? ഒരു കാനോണിക്കൽ എൻസംബിൾ ആയിട്ടായിരിക്കും റെഫർ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് കോൺസിക്വൻസസ് നോക്കുകയാണെങ്കിൽ എന്താണ് അതിൽ പറയുന്നത്? അതായത് ഏതൊരു ഫേസ് സ്പേസിന്റെ ഏത് റീജിയൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും റോ എന്തായിരിക്കും? ഓൾ ഓവർ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ ആവറേജ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 1/ω ഇന്റഗ്രൽ ഒമേഗ എഫ് ഓഫ് ക്യൂ കോമ പി ഡി ഒമേഗ എന്ന് പറയുന്നത് ഓൾ ഓവർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് കോൺസിക്വൻസ് എന്ന് അങ്ങനെ രണ്ട് കോൺസിക്വൻസസ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി ഇക്വിപാർട്ടീഷനും കൂടിയാണ് എടുക്കാനുള്ളത്. ഇക്വിപാർട്ടീഷൻ തിയറം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിയാണ്. ഇക്വിപാർട്ടീഷൻ നമുക്ക് നെക്സ്റ്റ് ഡേ ആയിട്ട് എടുക്കാം. അപ്പൊ ശരി, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.